നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി. ഇമോഷണലി ഭയങ്കരമായിട്ട് ലോക്കാകാൻ പറ്റി. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും അടിപൊളിയാണ്. നമുക്ക് ഒരു സ്ഥലത്ത് പോലും ലാഗായിട്ടൊന്നും തോന്നിയില്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ SRKയുടെ പെർഫോമൻസ് ഒന്നും പിന്നെ പറയാനില്ല, അടിപൊളിയായിരുന്നു മൊത്തം. എല്ലാവരും നല്ല ഉഗ്രം പെർഫോമൻസ്. നമ്മൾ ഇമോഷണലി പെട്ടെന്ന് സ്റ്റിക്കായി പോയതാണ്. ജോൺറ് ഒരു സർവൈവൽ ഡ്രാമയാണ്. അതിൽ കോമഡി, ഇമോഷൻ, സോങ് എല്ലാം ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. രാജ്കുമാർ ഹിറാനിയുടെ ഫിലിംസ് എല്ലാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ പുള്ളിയുടെ സ്റ്റൈൽ. പക്ക അതേ മേക്കിംഗ് രീതിയിലാണ്. നല്ല രസമുണ്ട്. നല്ല ലാഗില്ലാതെ പോകുന്നുണ്ട് മൊത്തം. ഇല്ല, ഒട്ടും ബോറടിക്കുന്നില്ല. ഇമോഷണലി നല്ലതായിട്ട് നമുക്ക് പെട്ടെന്ന് ലോക്കാകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ട്. കണക്റ്റഡാ, നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൂപ്പറാണ്. നല്ല സിനിമയാണ്. രാജ്കുമാർ ഹിറാനിയുടെ പഴയ ലെവലിലൊന്നും എനിക്ക് തോന്നിയില്ല, പക്ഷെ എന്നാലും നല്ല സിനിമയാണ്. മെസ്സേജായിട്ട് സിനിമ കാണാം. ഡങ്കി എന്നുള്ള പേര് തന്നെ നുഴഞ്ഞുകയറ്റത്തിൻ്റെ, റെഫ്യൂജി ക്യാമ്പിങ്ങിന്, അങ്ങനത്തെ പല കാര്യങ്ങളാണ്. നല്ലൊരു സിനിമ. ഇപ്പോൾ കോമഡി, സർവൈവൽ, അങ്ങനെ ഒരു ജോണർ പറയാൻ പ്രത്യേകിച്ചില്ല. നല്ലൊരു സിനിമ, അതാണ് ബേസിക്കലി തോന്നിയത്. ചിലയിടത്ത് ഇമോഷൻസ് വർക്കായി, ചിലയിടത്ത് വർക്കായില്ല, പക്ഷെ നല്ലൊരു സിനിമയായിട്ട് തന്നെ തോന്നിയത്. കൊള്ളായിരുന്നു, പടം കൊള്ളായിരുന്നു. സ്വദേശിന് ശേഷം SRKയുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുറത്തോട്ട് UK പോകാൻ നിൽക്കുന്നവർ കാണേണ്ട ഒരു പടം തന്നെയാണ്. മുമ്പ് പണ്ട് നടന്ന കാര്യത്തിനെ കുറിച്ചുള്ള, നടന്ന സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പടം. പിന്നെ ഇമോഷണലി പടം നല്ലപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. രാജ്കുമാർ ഹിറാനിയുടെ അത് തന്നെ കഥയെ മുൻനിർത്തിയിട്ടുള്ള പടങ്ങൾ തന്നെ, അതുപോലത്തെ ബേസ് ആയിട്ടുള്ള പടം. പിന്നെ SRKയുടെ കഥയുടെ ബേസ് ചെയ്തിട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു പടം വരുന്നത്. ആക്ഷൻ സീൻ, അങ്ങനെ ആക്ഷൻ സീനൊന്നുമില്ല, ആവശ്യത്തിന് മാത്രമുള്ള ആക്ഷൻ സീൻ. പിന്നെ പടത്തിൽ SRK നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് SRKയും പിന്നെ മറ്റേ തപ്സി, അവർ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നു. പിന്നെ ഫണ്ണാണ് ഒരുപാട്. ഫസ്റ്റ് ഹാഫ് ഫുൾ ഫണ്ണായിട്ട്, ബോറടിപ്പിക്കുന്നുണ്ട്. എൻഗേജ്. അല്ലല്ല, ഇത് വേറെ ടൈപ്പ് സിനിമയായിരുന്നു. ഇത് കോമഡിയാണ്, പിന്നെ ഇമോഷണലാണ്. അത്യാവശ്യം ഷാറുഖ് ഖാൻ അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട്. മെസ്സേജ് ബോർഡർ ക്രോസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. വേറെ രാജ്യത്ത് പോയി പോകുന്ന ആൾക്കാരുടെ ഡ്രീമിനെ പറ്റിയുള്ളൊരു പടമാണ്. ജിം സിമ്പിളാണ് പടം, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. താങ്ക് യു. പിന്നെ കിടിലമായിട്ട് പടമാണ്. പഴയ എങ്ങനെ പോയി എന്നുള്ളതോ, പണ്ടത്തെ ആൾക്കാർ എങ്ങനെ പോയി എന്നുള്ളത്, 140 കൊല്ലം കുറേ മെസ്സേജസ് ഉണ്ട്. അടിപൊളി പടം. കൊള്ളാം. നൈസ് മൂവി. മൈൻഡ് ബ്ലോയിങ്. നല്ല പടം. സൂപ്പർ. നല്ല പടം.